കൂട്ടുകാർക്കെല്ലാവർക്കും അമ്മൂമ്മ കഥ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കിന്നൊരു അമ്മൂമ്മ കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് ആ അമ്മൂമ്മ ജീവിച്ചിരുന്നത്. അമ്മൂമ്മയുടെ വീടിനടുത്തായി കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാ ദിവസവും അമ്മൂമ്മയുടെ അടുത്തുള്ള പറമ്പിൽ കളിക്കാനായി അവരെത്തും. എന്നും അമ്മൂമ്മ കുട്ടികൾക്ക് താൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊടുക്കും. കുട്ടികൾക്കെല്ലാവർക്കും അമ്മൂമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അമ്മൂമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുവാനായി തയ്യാറെടുക്കുകയായിരുന്നു. അമ്മൂമ്മയുടെ അടുത്തേക്ക് കുട്ടികൾ ഓടിയെത്തി. അവർ അമ്മൂമ്മയോട് ചോദിച്ചു, "അമ്മൂമ്മേ, ഇന്ന് പലഹാരമൊന്നുമില്ലേ?" അരിയിലെ നെല്ല് പെറുക്കിക്കൊണ്ടിരുന്ന അമ്മൂമ്മ അവരോട് പറഞ്ഞു, "മക്കളെ, അമ്മൂമ്മ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. നിങ്ങൾ അമ്മൂമ്മയ്ക്ക് ഈ അരിയിലെ നെല്ല് പെറുക്കി കളഞ്ഞു തരാമോ?" "അയ്യയ്യോ, ഞങ്ങൾക്ക് ഒട്ടും നേരെയില്ല, ഞങ്ങൾക്ക് കളിക്കണം." അതും പറഞ്ഞ് കുട്ടികൾ ഓടിപ്പോയി. അമ്മൂമ്മ തനിയെ അരിയിലെ നെല്ലെല്ലാം കളഞ്ഞ് അരി കഴുകി വെയിലത്തിട്ടു. ആ സമയത്ത് കുട്ടികൾ വീണ്ടും വന്നു. അവർ അമ്മൂമ്മയോട് ചോദിച്ചു, "ഉണ്ണിയപ്പം തയ്യാറായോ അമ്മൂമ്മേ?" അമ്മൂമ്മ പറഞ്ഞു, "നിങ്ങൾക്ക് ഈ അരി കാക്ക തിന്നാതെ നോക്കാൻ പറ്റുമോ?" ഉടനെ കുട്ടികൾ മറുപടി പറഞ്ഞു, "അയ്യോ, ഞങ്ങളുടെ കളികൾ തീർന്നില്ല, ഇനിയും കളിക്കാനുള്ളതാ. കൂട്ടുകാർ കാത്തിരിക്കുകയാ, ഞങ്ങൾ പോണു." അവർ വീണ്ടും ഓടിപ്പോയി. അമ്മൂമ്മ അരി ഉണക്കി സഞ്ചിയിലാക്കി മില്ലിൽ പൊടിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. വീണ്ടും കുട്ടികൾ അങ്ങോട്ട് ഓടിയെത്തി. അവരോട് അമ്മൂമ്മ ചോദിച്ചു, "നിങ്ങൾക്ക് ഈ അരി മില്ലിൽ കൊണ്ടുപോയി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ?" "അയ്യോ, ഞങ്ങൾ കളിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുക, കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ?" അമ്മൂമ്മ കുട്ടികൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് മില്ലിൽ പോയി അരി പൊടിച്ചു കൊണ്ടുവന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇനി ശർക്കര വേണം. അതിന് അമ്മൂമ്മ കുട്ടികളോട് കടയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പതിവ് പോലെ കുട്ടികൾ വേഗം പറഞ്ഞു, "അയ്യോ അമ്മൂമ്മേ, ഇപ്പൊ മഴ വരും. മഴയത്ത് എങ്ങനെ ഞങ്ങൾ കടയിൽ പോകും?" അത് പറഞ്ഞ് കുട്ടികൾ സ്ഥലം വിട്ടു. പാവ അമ്മൂമ്മ കടയിൽ പോയി ശർക്കരയും പഴവും വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അരിമാവിൽ ചേർത്തു. എന്നിട്ട് നല്ല മധുരമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചു. കുട്ടികൾ വീണ്ടും ഓടിയെത്തി. ഉണ്ണിയപ്പത്തിന്റെ മണം പിടിച്ച് വന്നതായിരുന്നു. എന്നിട്ട് അവരിൽ ഒരാൾ ചോദിച്ചു, "അമ്മൂമ്മേ, നല്ല മണം വരുന്നുണ്ടല്ലോ. അമ്മൂമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണോ?" "അതെ," അമ്മൂമ്മ മറുപടി കൊടുത്തു. "നല്ല മധുരമുണ്ടോ?" കുട്ടികൾ ചോദിച്ചു. "ആ, നല്ല മധുരമുള്ള ഉണ്ണിയപ്പാ," അമ്മൂമ്മ മറുപടി പറഞ്ഞു. "ഞങ്ങൾക്കും തരുമോ ഒരു ഉണ്ണിയപ്പം?" ഒരു കുട്ടി ചോദിച്ചു. അമ്മൂമ്മ ചോദിച്ചു, "അതെങ്ങനെയാ? മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതൊക്കെ പറ്റുമോ?" "കുഴപ്പമൊന്നും ഇല്ലെന്നും കുട്ടികൾ പറഞ്ഞു. "അത് വേണ്ട, നിങ്ങൾക്ക് കാലിന് വേദന ഉള്ളതല്ലേ?" "അയ്യോ, കാലിന്റെ വേദനയൊക്കെ മാറി. ഇപ്പൊ ഉണ്ണിയപ്പം തിന്നാൻ ശരിയാകുമോ? നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ലേ?" അമ്മൂമ്മ പിന്നെയും ചോദിച്ചു. "കളിയൊക്കെ കഴിഞ്ഞ അമ്മൂമ്മേ," കുട്ടികൾ മറുപടി പറഞ്ഞു. "നിങ്ങൾക്ക് ഉണ്ണിയപ്പം വേണോ?" അമ്മൂമ്മ വീണ്ടും ചോദിച്ചു. "വേണം," കുട്ടികൾ ആർത്തിയോട് ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ അവരോട് ചോദിച്ചു, "അരിയിൽ നിന്ന് നെല്ല് പെറുക്കി കളഞ്ഞത് ആരാ?" "അമ്മൂമ്മ," കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു. "മില്ലിൽ പോയി അരി പൊടിച്ചത് ആരാ?" "അമ്മൂമ്മ തന്നെ," കുട്ടികൾ പറഞ്ഞു. "ശർക്കര വാങ്ങിക്കൊണ്ട് വന്നത് ആരാണ്?" "അതും അമ്മൂമ്മയാണ്," കുട്ടികൾ പറഞ്ഞു. "അപ്പോ പിന്നെ പഴം വാങ്ങിയത് ആരാ?" "അമ്മൂമ്മയാ," കുട്ടികൾ വീണ്ടും പറഞ്ഞു. "പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ആരാണ്?" അമ്മൂമ്മ പിന്നെയും ചോദിച്ചു. "അതും അമ്മൂമ്മ തന്നെയാ," കുട്ടികൾ പറഞ്ഞു. "അപ്പൊ പിന്നെ ഉണ്ണിയപ്പം തിന്നേണ്ടത് ആരാണ്?" അമ്മൂമ്മ പിന്നെയും ചോദ്യം തുടർന്നു. കുട്ടികൾക്ക് ആ ചോദ്യത്തിന് ഉത്തരമില്ല. എങ്കിലും കുട്ടികൾ പതിയെ പറഞ്ഞു, "അമ്മൂമ്മ." ഉടനെ തന്നെ അമ്മൂമ്മ പറഞ്ഞു, "ശരി, എങ്കിൽ പിന്നെ ഞാൻ കഴിച്ചോളാം. നിങ്ങൾ പോയി കളിച്ചോളൂ." അമ്മൂമ്മ അവർക്ക് ഉണ്ണിയപ്പം കൊടുക്കാതെ ഓടിച്ചു വിട്ടു. പാവം കുട്ടികൾ അമ്മൂമ്മയെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയ്ക്ക് പാവം തോന്നി. അമ്മൂമ്മ അവരെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും ഉണ്ണിയപ്പം കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കൂടി തരാനല്ലേ. പക്ഷേ നിങ്ങൾ മടിയന്മാരായി ഒരു പണിയും ചെയ്യാതെ കളിച്ചു നടന്നതുകൊണ്ട് തങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞത്. ഇനി മുതൽ ഒരു മടിയും കൂടാതെ നല്ല കുട്ടികളായിരിക്കണം. കുട്ടികളെല്ലാവരും ഉണ്ണിയപ്പം കഴിച്ച് സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങി. മടങ്ങുന്ന വഴി അവർ വിചാരിച്ചു, ഇനി നമ്മൾ മടിയൊന്നും കൂടാതെ നല്ല കുട്ടികളായി ജീവിക്കണം.